ഹലോ! ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് കഞ്ചിക്കോടുള്ള ഓർക്കിഡ് ഓറഞ്ച് എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേം ഓഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങൾ ശക്തനിന്ന് ബസ് കയറിയിട്ടാ. ശക്തനിന്ന് ബസ് കയറിയപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് കേടായി. ആ ബസ്സിൽ നിന്ന് എന്തോ ഒരു സാധനം ഊരിപ്പോന്നു. എന്നിട്ട് അതവിടെ നിർത്തിയിട്ടു. അപ്പോൾ ഞങ്ങൾ അടുത്ത ബസ് വരാനായിട്ട് കാത്തുനിൽക്കുകയായിരുന്നു. ഇവരുടെ തന്നെ ഒരു ബസ്സാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറ്റി വിട്ടു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അതിൽ കയറി സുഖമായിട്ട് പിന്നെയും യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് ഞങ്ങൾ 5 ബസ്സേ കയറേണ്ടി വന്നുള്ളൂ കഞ്ചിക്കോട് എത്താനായിട്ട്. പിന്നെ ഞങ്ങൾ പാലക്കാട് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ലുലു മാളൊക്കെ കണ്ടു കേട്ടോ. പുറത്തുനിന്ന് കണ്ടുള്ളൂ, ഉള്ളിലേക്ക് പോകാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് അവിടെ എത്താനായിട്ട് 2.5 മണിക്കൂറിന് അറ്റ്ലീസ്റ്റ് വേണം. ഇപ്പം നമ്മുടെ ഫ്രെയിമിൽ കാണിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ കുറേ ചേട്ടന്മാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളത് കുറച്ച് നേരം നോക്കിയിരുന്നു. അവിടെ കുറച്ച് നേരം ബസ് നിർത്തിയിട്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുള്ളൂ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കഞ്ചിക്കോടുക്കുള്ള ഞങ്ങളുടെ ഓർക്കിഡ് ഓറഞ്ചിൻ്റെ അവിടെ എത്തിക്കണ ബസ്സിൽ കയറിയിരുന്നപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ഉച്ചയ്ക്ക് കഴിക്കാൻ പപ്സ് വാങ്ങിച്ചില്ല എന്ന്. ഞങ്ങളൊന്നും ഫുഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പപ്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പപ്സ് വാങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോഴേക്കും കഞ്ചിക്കോടുക്കുള്ള ബസ് പോയി. എന്നിട്ട് ഞങ്ങൾ വാളയാർക്കുള്ള ബസ്സിൽ കയറി. കഞ്ചിക്കോടുക്കുള്ള ബസ് 10 മിനിറ്റ് ഒരു ജംഗ്ഷനിൽ നിർത്തിയിടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബസ് തന്നെ കിട്ടി. ഞങ്ങൾക്ക് മിസ്സായ ബസ് തന്നെ കിട്ടി. ഇത് കഞ്ചിക്കോടിൻ്റെ വഴി എത്തിയിട്ടാ. അവിടെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ചെറിയ ചെറിയ വഴികളുണ്ട്. അവിടെ അതിലത്തെ ഒരു വഴിയാണ് നമ്മുടെ ഓർക്കിഡ് ഓറഞ്ചിൻ്റെ വഴി. ഓർക്കിഡ് ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു പെയിൻറ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇതാണ് കേട്ടോ ഓർക്കിഡ് ഓറഞ്ചിൻ്റെ ഓഫീസ്. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പപ്സ് വാങ്ങിച്ചല്ലോ, അത് കഴിക്കാനായിട്ട് ഇതേ പോണതാണ് ഇത് കേട്ടോ. ഇവിടെയാണ് കേട്ടോ, ഇവിടെയാണ് മാനുഫാക്ചറിങ് ഒക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടാലിയൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരാറായപ്പോൾ അവിടെ ഒരു മരം, അതിൽ ഇത് ഇങ്ങനത്തെ ഒരു ചുമപ്പ് കായ. നിങ്ങൾക്ക് ഈ കായ എന്താണെന്ന് അറിയുക, തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പൊട്ടിച്ചത്. പിന്നെ ഞങ്ങൾ പാലക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ കാട ബിരിയാണി കഴിച്ചു. പക്ഷെ കാട ബിരിയാണി ഒരു പൊട്ട ചോയ്സ് ആയിരുന്നു ഗൈസ്. എന്നിട്ട് പിന്നെ പാലക്കാട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വന്നു. അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, ടാറ്റാ.